ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ല എന്ന സർക്കാരിന്റെയും സ്പീക്കറുടെ അവകാശവാദം പൊളിയുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും മുൻപ് ടി.പി. കേസ് പ്രതികളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയ 3 ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തു. അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നും ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകില്ല എന്നും നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ജയിൽ സൂപ്രണ്ടിന്റെ സാർ പട്ടിക പുതുക്കി മാനദണ്ഡ പ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് 3/6 36 തെറ്റായിട്ട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 3/6 അതായത് ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി. ഇത് പുതുക്കി നൽകാൻ ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഉത്തരവിറക്കി. ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാർഷൽ, കഴിഞ്ഞ ദിവസം സ്പീക്കർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ വരുന്നു. പല കാര്യങ്ങളിൽ ഒരു ഉറപ്പ് സർക്കാർ നിയമസഭയിൽ മുന്നിലേക്ക് വെക്കുന്നു. കാര്യങ്ങളൊക്കെ പൊളിയുകയാണ്, വാദങ്ങളൊക്കെ പൊളിയുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്? പൂജ, 75ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് 2022 ജയിലിൽ നിന്ന് പ്രതികളെ വിടുതൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ഒപ്പിട്ടത്. എന്നാൽ അതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം ടി.പി. കേസിലെ പ്രതികളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടെന്നുള്ള വിശദീകരണമാണ് സർക്കാർ നൽകിയത്. ഇതിനോട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു നീക്കമില്ല എന്നാണ് സഭയെ അറിയിച്ചിരുന്നത്. എന്നാൽ വി.ഡി. സതീശിൻ്റെ സബ്മിഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, അതിന് മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കണ്ണൂർ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു നീക്കം മാധ്യമങ്ങളുടെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നീക്കം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. അല്ലാത്ത പക്ഷം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കും വിടുതൽ നൽകുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിഗണിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പൂജ. ശരി, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.